ഫ്ലോറിഡയിൽ ജീവിച്ചിരുന്ന മക്കളുടെ കൂടെയും കൊച്ചുമക്കളുടെയും ജീവിച്ചിരുന്ന ഒരു അമ്മച്ചിയോട്, വളരെ പ്രായമായ ഒരു അമ്മച്ചിയോട് ഞാൻ ഒരിക്കലും കുസൃതി ചോദ്യം ചോദിച്ചു. പ്രായം നോക്കുമ്പോൾ ഞാൻ അമ്മച്ചിയോട് ചോദിക്കരുതത്ത, എന്നാലും അങ്ങ് ചോദിച്ചു, അമ്മച്ചി കർത്താവ് ഇപ്പം വന്ന അമ്മച്ചി പോകുമോ എന്ന്. അമ്മച്ചി പറഞ്ഞു കേൾക്കണം, മോനെ ഞാൻ അത്ര വലിയ വിശുദ്ധയൊന്നും അല്ല, എന്നാലും പോകുമെന്ന എൻ്റെ വിശ്വാസം. എന്നിട്ട് അമ്മച്ചി പറയുക, എൻ്റെ ചെറിയ പ്രായം മുതൽ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ, എൻ്റെ ചെറിയ പ്രായം മുതൽ എൻ്റെ കർത്താവിനെ സ്നേഹിച്ച് ജീവിക്കണം എന്നൊരാഗ്രഹം എന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കുഴിക്കാലക്കാരിയായിരുന്നു അമ്മച്ചി. ഞാൻ ഈ സൈമൺ സാറ് എൻ്റെ ഉണർവ് ആരംഭിച്ച കാലഘട്ടമാണ്. ഞാൻ വീട്ടുകാർ ബ്രദറുകാരും ഒന്നും അല്ല, പക്ഷേ എനിക്ക് ദൈവവചനം കേൾക്കണം. ഞാൻ വീട്ടിലെ പണിയെല്ലാം നേരത്തെ തീർത്തേച്ച് കണ്ടത്തും വരമ്പേ കൂടെ ഇടയാറുമ്പളെ വരെ ഞാൻ ഓടും. സാറ് പ്രസംഗം തുടങ്ങുമ്പോഴത്തേന് ഞാൻ അവിടെ ചെല്ലും. എന്നിട്ട് സാറിൻ്റെ പ്രസംഗം തീരുമ്പോൾ ഞാൻ അവിടുന്ന് ഇറങ്ങി വീണ്ടും ഓടി വീട്ടിൽ വരും. ചെറിയ പ്രായം മുതൽ എൻ്റെ കർത്താവിനെ സ്നേഹിച്ച് ജീവിക്കണം എന്നൊരാഗ്രഹം എന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഒരു 10-95 വയസ്സുള്ള അമ്മച്ചി പറയുക, സഹോദരങ്ങളെ, അമേരിക്കയല്ല അതിൻ്റെ അപ്പുറത്ത് പോയി താമസിക്കാൻ ദൈവം വഴി ഒരുക്കിയാലും ഈ പ്രതീക്ഷയും പ്രത്യാശയും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കുറഞ്ഞു പോകരുത്. എൻ്റെ കർത്താവിനെ സ്നേഹിച്ചെനിക്ക് ജീവിക്കണം. ഹല്ലേലൂയ. കാരണം ഇവിടുത്തെ ഇതെല്ലാം നമ്മൾ ഇട്ടേച്ച് എപ്പോഴാണ് പോകുന്നതെന്ന് അറിയത്തില്ല. നമ്മുടെ കർത്താവ് വരാറായിരിക്കുന്നു. ലോക സംഭവങ്ങൾ മുഴുവനും അത് നമ്മളോട് ശക്തമായി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ നമുക്ക് വിശുദ്ധിയെ തികച്ച് മുൻപോട്ട് പോകാം. ജീവിതത്തിൽ അതേ ഉയർച്ചകളും ഒക്കെ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. ആഗ്രഹിക്കുന്ന ഉയർച്ചകളോ ഒന്നും ജീവിതത്തിൽ സംഭവിക്കാതിരിക്കുമ്പോൾ നിരാശയൊക്കെ ഉണ്ടാകുന്നതൊക്കെ സ്വാഭാവികമാണ്. നമ്മളെല്ലാം മനുഷ്യരല്ലേ, ഞാനും മനുഷ്യനല്ലേ. ഈ സമയങ്ങളിലൊക്കെ ഞാനും ചിന്തിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്, ദൈവമേ നാളെ എന്തുവായിത്തീരും. എൻ്റെ കാര്യം അറിയാത്തവരും കാണും ഇവിടെ. എൻ്റെ ഭാര്യ മരിച്ചിട്ട് ഈ ഡിസംബർ 5-ാം തീയതി 20 വർഷം തികയും. എനിക്ക് ഒരു കുഞ്ഞുണ്ടായിരുന്നു. 44 വർഷം മുമ്പേ എൻ്റെ കുഞ്ഞിനെയും ദൈവം തിരിച്ചു വിളിച്ചു. അപ്പോൾ എൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. അന്നേരമാണ് പാസ്റ്റർ എന്ന് പറഞ്ഞ പോലെ ഐ വിൽ ബ്ലസ് ദ ലോർഡ് അറ്റ് ഓൾ ടൈംസ് ആൻഡ് ഹിസ് പ്രൈസ് ഷാൽ കണ്ടിന്യൂലി ബി ഇൻ മൈ മൗത്ത് എന്ന് പറയാൻ ഞാൻ ധൈര്യപ്പെടുന്നത്. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കുമെന്ന് പറയാൻ ഞാൻ ധൈര്യപ്പെടുന്നത് അതുകൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. കാരണം ഈ കാലഘട്ടം എല്ലാം ദൈവം എന്നെ നടത്തിക്കൊണ്ടുവന്ന വഴികൾ ഞാൻ പ്രതീക്ഷിക്കുന്നതിന് വ്യത്യസ്തമായോ വിപരീതമായോ ഒക്കെ ഉള്ള വഴികളിൽ കൂടെ ദൈവം നടത്തുമ്പോഴും അവൻ എന്നെ കരം പിടിച്ചിരുന്നു എന്നെനിക്ക് നല്ല ബോധ്യമാണ്, നല്ല ഉറപ്പാണ്. കർത്താവിന് സ്തോത്രം.